പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു ആധുനിക ലോകത്താണ് നമ്മളിന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഇലക്ട്രിസിറ്റി. KCB വഴി ലഭിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് പുറമെ മറ്റു മാർഗങ്ങൾ കൂടി നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സോളാർ പാനൽസ്. KCBയിൽ നിന്ന് ലഭിക്കുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ലൈറ്റും ഫാനും മറ്റ് എക്യുപ്മെൻസുകളും പ്രവർത്തിപ്പിക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റം വയറിങ്ങിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പരിചയമുള്ളതുമാണ്. KCBയിൽ നിന്ന് ലഭിക്കുന്ന ഇലക്ട്രിസിറ്റി ആദ്യം മീറ്റർ ബോർഡിലെത്തുന്നു. മീറ്റർ ബോർഡിൽ നിന്ന് മെയിൻ സ്വിച്ച് വഴി ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലെത്തുന്നു. MCBയും ELCBയും അടങ്ങിയതാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നും ലൈറ്റിലേക്കും ഫാനിലേക്കും ഓരോ സർക്യൂട്ടായിട്ട് ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രിക്കൽ സിസ്റ്റം വയറിങ്. ഇതുപോലെ തന്നെ സോളാർ പാനൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് നമ്മളെ വീട്ടിലെ ലൈറ്റും ഫാനും മറ്റു എക്യുപ്മെൻസുകളും പ്രവർത്തിപ്പിക്കുന്ന സോളാർ സിസ്റ്റം വയറിങ് എങ്ങനെ നമുക്ക് ചെയ്യാം? സോളാർ സിസ്റ്റം വയറിങ്ങിലെ പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ എന്തെല്ലാം? സോളാർ സിസ്റ്റം വയറിങ്ങിലെ അറേ ജംഗ്ഷൻ ബോക്സും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചാർജ് കൺട്രോളറിൻ്റെ ഫംഗ്ഷൻ എന്ത്? ബാറ്ററിയുടെയും ഇൻവേർട്ടറിൻ്റെയും ഫംഗ്ഷൻ എന്ത്? അവ എത്ര തരം? ഈ കമ്പോണൻസുകളെല്ലാം സാധാരണ കേബിളുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അവ ഏത് കേബിൾ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം? തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വിശദമായി നോക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. സോളാർ ആൻഡ് LED സെക്ഷൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മോഹൻ, വൊക്കേഷണൽ ടീച്ചർ, GVHS അരിമ്പ്ര. സോളാർ പാനൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ലൈറ്റും ഫാനും എക്യുപ്മെൻസുകളും പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വയറിംഗ് ഡയഗ്രത്തെയാണ് സോളാർ സിസ്റ്റം വയറിംഗ് എന്ന് പറയുന്നത്. സോളാർ പാനലുകൾ ആദ്യം കണക്ട് ചെയ്യുന്നത് അറേ ജംഗ്ഷൻ ബോക്സിലോട്ടാണ്. അറേ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ചാർജ് കൺട്രോളിലോട്ട് കണക്ട് ചെയ്യുന്നു. ചാർജ് കൺട്രോളറിൽ നിന്ന് ബാറ്ററിയിലോട്ട് കണക്ഷൻ പോകുന്നു. ബാറ്ററിയിൽ നിന്ന് ഇൻവേർട്ടറിലേക്കും, ഇൻവേർട്ടറിൽ നിന്ന് ഓരോ സർക്യൂട്ടായിട്ട് ലൈറ്റിലോട്ടും ഫാനിലോട്ടും മറ്റ് എക്യുപ്മെൻസിലും കണക്ട് ചെയ്യുന്നു. ഇത്രയുമാണ് ഒരു സോളാർ സിസ്റ്റം വയറിങ്ങിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. സോളാർ സിസ്റ്റം വയറിങ്ങിലെ കമ്പോണൻസ്: അറേ ജംഗ്ഷൻ ബോക്സ്, ചാർജ് കൺട്രോളർ, ബാറ്ററി, ഇൻവേർട്ടർ. പിന്നെ ഈ കമ്പോണൻസ് എല്ലാം ഇൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേബിൾസും. ഇതിൽ അറേ ജംഗ്ഷൻ ബോക്സ് അല്ലെങ്കിൽ കമ്പൈനർ ബോക്സ് എന്താണ്? അവയുടെ റേറ്റിംഗ് എന്ത്? അവയുടെ ഫങ്ഷൻ എന്ത്? ചാർജ് കൺട്രോളർ എന്നാൽ എന്ത്? അവ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അവയുടെ ഫങ്ഷൻ എന്ത്? ബാറ്ററിയുടെ ഫങ്ഷൻ എന്ത്? ബാറ്ററി എത്ര തരം? ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ എന്ത്? അവയോടൊപ്പം തന്നെ കേബിളുകൾ, സാധാരണ ഉപയോഗിക്കുന്ന കേബിളുകൾ, നമ്മൾ നിത്യം കാണുന്ന കേബിളുകൾ ഉപയോഗിച്ച് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഏത് കേബിൾ ഉപയോഗിച്ച് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും? ഇവ ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം കേബിൾസിനെ കുറിച്ച് നോക്കാം. സോളാർ സിസ്റ്റം വയറിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് കേബിൾസ്. കേബിൾസ് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒന്നാണ്. നിങ്ങൾ നിത്യേന കാണുന്ന ഒരു വസ്തു കൂടിയാണ്. പക്ഷേ ഈ കേബിളിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നിത്യം കാണുന്ന കേബിൾസുകൾ AC കേബിൾസാണ്. സോളാർ പാനലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് DC ആണ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, സോളാർ പാനലുകൾ DC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. DC പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ DC വോൾട്ടേജ്, ഡയറക്റ്റ് കറണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ DC കേബിൾസ് യൂസ് ചെയ്യണം. സോളാർ പാനലുകൾ തൊട്ട് ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ട് വരെ DC ആണ്.
സോളാർ സിസ്റ്റം വയറിങ്ങിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. പാനലിൽ നിന്ന് ഇൻവേർട്ടർ വരെ നമുക്ക് DC വോൾട്ടാണ് വരുന്നത്. അവിടെ നമ്മൾ DC കേബിൾസ് ഉപയോഗിക്കണം, AC കേബിൾസ് ഉപയോഗിക്കരുത്. കേബിളിൻ്റെ ഫങ്ഷൻ വരുന്നത്, കേബിൾസ് ആർ കണ്ടക്ടിങ് വയേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ക്യാരി ഇലക്ട്രിക് കറണ്ട് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. It is also used to interconnect solar panels and other electrical components. കേബിൾസിൻ്റെ ഫങ്ഷൻ ആദ്യം നമുക്ക് എന്താ നോക്കാം. 2 ഫങ്ഷനാണ് കേബിളിനുള്ളത്. ഒന്ന്, ഇലക്ട്രിക് കറണ്ട് ഒരു ഭാഗത്തു നിന്നും വേറൊരു ഭാഗത്തോട്ട് എത്തിക്കാൻ വേണ്ടി. രണ്ടാമത്തത്, ഇതിലെ കമ്പോണൻസ് എല്ലാം ഇൻ്റർ കണക്ട് ചെയ്യുന്നത് കേബിൾസ് വഴിയാണ്. കേബിൾ ഓർ വയർ. നിങ്ങൾ സാധാരണ കാണുന്ന കേബിളുകൾ ഉപയോഗിച്ച് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വീടുകളിൽ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്, വയറിങ് കണ്ടിട്ടുണ്ട്, നമ്മൾ പുറത്തെത്തി കഴിഞ്ഞാൽ ഇലക്ട്രിക് ലൈനുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ കേബിളുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ കേബിൾ ഉപയോഗിച്ച് നമുക്ക്, അല്ലെങ്കിൽ ഈ കാണുന്ന തരത്തിലുള്ള കേബിളുകൾ ഉപയോഗിച്ച് നമുക്കിത് സോളാർ സിസ്റ്റം വയറിങ് ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ ഈ കാണുന്നതെല്ലാം നമ്മളെ വീടുകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് AC കേബിൾസാണ്. നിങ്ങൾക്കറിയാം, വോൾട്ടേജസ് അല്ലെങ്കിൽ കറണ്ട്, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ് ഉണ്ട്, ഡയറക്റ്റ് വോൾട്ടേജസ് ഉണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ട്, ഡയറക്റ്റ് കറണ്ട് ഉണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇവിടെ സോളാർ പാനലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഏത് തരം വോൾട്ടേജാണ്? അതും നിങ്ങൾക്കറിയാം, അത് DC വോൾട്ടേജാണ്, ഡയറക്റ്റ് വോൾട്ടേജാണ്, അല്ലെ ഡയറക്റ്റ് കറണ്ടാണ്. DC വോൾട്ടേജ് അല്ലെ ഡയറക്റ്റ് കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ DC കേബിൾസ് തന്നെ വേണം. AC കേബിൾസ് പറ്റില്ല. AC ആണെങ്കിലും DC ആണെങ്കിലും കറണ്ട് പാസ് ചെയ്യാണ്. കേബിളിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ കറണ്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ്. അത് AC ആണെങ്കിലും DC ആണെങ്കിലും ചെയ്യും. പക്ഷേ DC കേബിൾസിന് ചില പ്രത്യേകതകളുണ്ട്. പാനൽ തൊട്ട് ഇൻവേർട്ടർ വരെയുള്ള കണക്ഷൻസ്, ഇൻവേർട്ടർ വരെ വരുന്നത് നമുക്ക് DC ആണ്. അപ്പോൾ DC കേബിൾസ് തന്നെ ഉപയോഗിക്കണം. AC കേബിൾസും DC കേബിൾസും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. DC കേബിൾസിൻ്റെ ചില പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് DC കേബിൾസ്. DC കേബിൾസ് ആർ UV റെസിസ്റ്റൻറ്റ് ആൻഡ് വെതർ റെസിസ്റ്റൻറ്റ്. DC കേബിൾസുകൾ UV റെസിസ്റ്റൻ്റ് ആണ്. UV റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റെസിസ്റ്റൻ്റ് ആണ്. നമ്മൾ DC കേബിൾസുകൾ സാധാരണയായിട്ടും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഔട്ട്സൈഡ് ഏരിയയിലാണ്. അതുകൊണ്ട് ആണ് അത് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അത് നശിക്കരുത്. അതുകൊണ്ടാണ് UV റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. DC കേബിൾസ് ആർ ഡബിൾ ഇൻസുലേറ്റഡ്. DC കേബിൾസ് ഡബിൾ ഇൻസുലേറ്റഡ് ആണ്. AC കേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു ഇൻസുലേഷൻ ഉണ്ടാവുള്ളൂ. DC കേബിൾസിൽ 2 ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. കണ്ടക്ടേഴ്സ് ആർ ടിൻഡ് കോപ്പർ ഇൻ DC കേബിൾസ്. DC കേബിൾസിൽ കണ്ടക്ടേഴ്സിന് ഒരു ടിൻഡ് കോട്ടിങ് ഉണ്ടായിരിക്കും. AC ആണെങ്കിൽ ബെയർ കണ്ടക്ടേഴ്സാണ്, അതിൽ കോപ്പർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്ത പ്രത്യേകത, DCയുടെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി. കേബിളുകൾ ഉപയോഗിക്കുന്നത് കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കൂടുതൽ DCക്ക് ആയിരിക്കും, AC കുറവായിരിക്കും. അതായത് ഒരേ സൈസുള്ള കേബിളുകൾ AC എടുക്കുമ്പോഴും DC എടുക്കുമ്പോഴും DC കേബിളിലൂടെ ആയിരിക്കും കൂടുതൽ കറണ്ട് പാസ് ചെയ്യുന്നത്, AC കുറവായിരിക്കും. ഇനി ഈ കേബിളുകൾ കണ്ടാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? പെട്ടെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റുന്ന കണ്ടക്ടേഴ്സിൻ്റെ സൈസ് നോക്കിയാൽ മതി. DCയിലെ കണ്ടക്ടേഴ്സ് വളരെ നാരോ ആയിരിക്കും, നാര് പോലെ ആയിരിക്കും. കേബിൾ സ്ട്രാൻഡ്സ് ആർ വെരി നാരോ ഇൻ DC കേബിൾസ്. AC കുറച്ച് കട്ടിയുള്ളതായിരിക്കും. ഇനി സർട്ടിഫിക്കേഷൻ ഉപയോഗിക്കുക അതിൻ്റെ ക്വാളിറ്റിയാണ്. DC കേബിൾസിൽ സർട്ടിഫൈ ചെയ്യുന്നത് TUVയും MNRE ആണ്. DC കേബിൾസ് ആർ TUV ആൻഡ് MNRE സർട്ടിഫൈഡ്. കേബിൾസുകൾ പലതരത്തിലുണ്ട്. അതിലെല്ലാ ക്ലാസിഫിക്കേഷനും ഞാനിവിടെ പറയുന്നില്ല. പ്രധാനപ്പെട്ട 2 ഞാൻ പറയുന്നു. സിംഗിൾ സ്ട്രാൻഡ് കേബിൾസ് ആൻഡ് മൾട്ടി സ്ട്രാൻഡ് കേബിൾസ്. 2 തരം കേബിൾസാണ്, സിംഗിൾ സ്ട്രാൻഡ് കേബിൾസും മൾട്ടി സ്ട്രാൻഡ് കേബിൾസും.
Single strand cable consists of one piece of metal wire. Multi-strand cables consists of group of wires or strands together to make a large diameter of a conductor. ഇതാണ് സിംഗിൾ സ്റ്റാൻഡ് കേബിളും മൾട്ടി സ്റ്റാൻഡ് കേബിളും തമ്മിലുള്ള വ്യത്യാസം. ഇനിയും വേറെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു, AC കേബിൾസും DC കേബിൾസും വേറെയുണ്ട്. സിംഗിൾ കോർ കേബിൾസ് ഉണ്ട്, 3 കോർ കേബിൾസ് ഉണ്ട്, 4 കോർ കേബിൾസ് ഉണ്ട്. അടുത്ത് സൈസിങ് ഓഫ് കേബിൾ. കേബിളിൻ്റെ സൈസ് നമുക്ക് എങ്ങനെ പറയാം? നിങ്ങൾക്ക് കേബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ സൈസ് പറഞ്ഞു കൊടുക്കണം. കേബിളിൻ്റെ സൈസ് പറയുന്നത് സ്ക്വയർ MM-ലാണ്. അതിൻ്റെ സർഫസ് ഏരിയ ആണ്. കേബിളിൻ്റെ കോറെന്ന് പറഞ്ഞാൽ കണ്ടക്റ്റിംഗ് പാർട്ട്, അതിൻ്റെ ഏരിയ പറഞ്ഞിട്ടാണ് കേബിളിൻ്റെ സൈസ് പറയുന്നത്. ജനറലി കേബിൾസ് ആർ സ്പെസിഫൈഡ് ഇൻ സ്ക്വയർ MM. വേറൊരു സ്റ്റാൻഡേർഡും കൂടിയുണ്ട്, AWG, അമേരിക്കൻ വയർ ഗേജ് സ്റ്റാൻഡേർഡ്. അപ്പോൾ കേബിളിൻ്റെ സൈസ് പറയാൻ വേണ്ടിയിട്ട് സ്ക്വയർ MM ഉപയോഗിക്കുക, അമേരിക്കൻ വയർ ഗേജ് ഓർ AWG ഗേജ്, വയറിൻ്റെ ഗേജ് പറഞ്ഞിട്ടും പറയാം. പക്ഷേ AWG നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്ക്വയർ MM തന്നെയാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കേബിളുകളുടെ സൈസ് 2.5 സ്ക്വയർ MM, 4 സ്ക്വയർ MM, 6 സ്ക്വയർ MM, 10 സ്ക്വയർ MM ഇങ്ങനെയാണ് വരുന്നത്. നോർമലി കേബിൾ സൈസ് ആർ 2.5 സ്ക്വയർ MM, 4 സ്ക്വയർ MM, 6 സ്ക്വയർ MM, 10 സ്ക്വയർ MM. അടുത്തത് കേബിൾ സെലക്ഷൻ. എങ്ങനെ നമുക്ക് ആവശ്യമുള്ള കേബിൾ സെലക്ട് ചെയ്യാം? മെയിൻ ഫാക്ടേഴ്സ് ഫോർ കേബിൾ സെലക്ഷൻ. കേബിൾ സെലക്ഷന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കറിയാം കേബിളുകൾ ഉപയോഗിക്കുന്നത് കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേബിൾ സെലക്ഷനെ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടർ ഏതായിരിക്കും? കറണ്ട്. എത്ര കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കേബിൾ സെലക്ട് ചെയ്യുന്നത്. കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി അതാണ് അതിലെ ആദ്യത്തെ പോയിന്റ്. എങ്ങനെയാണ് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം? അതിലെത്ര ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടോ നോക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കണക്റ്റഡ് ലോഡ് ഓർ ടോട്ടൽ പവർ ഇൻ ദ സർക്യൂട്ട്. ടോട്ടൽ പവർ നമുക്കറിയാം, ടോട്ടൽ പവർ P = V × I ആണ്. അപ്പോൾ I = P/V. I = P/V. നമുക്ക് കറണ്ട് കിട്ടി. ഈ കറണ്ട് അനുസരിച്ച് ഇനി നിങ്ങൾക്ക് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കേബിളിൻ്റെ സെലക്ഷൻ വെച്ചാൽ അതിന് ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടുണ്ട്. പിന്നെ കറണ്ട് ആകുമ്പോൾ ഇത്ര സൈസ് കേബിളുണ്ട്, ആ ചാർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കേബിൾ സെലക്ഷൻ കംപ്ലീറ്റ് ആകുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് അതിനെ എഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റർ മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് കറണ്ട് 10 ആംപിയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ലോഡും വോൾട്ടേജും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് കറണ്ട് 10 ആംപിയർ കിട്ടുമ്പോൾ 10 ആംപിയർ വരെ നമുക്ക് ഏത് സൈസ് കേബിൾ പറ്റും, അതിന് സ്റ്റാൻഡേർഡ് ചാർട്ടുണ്ട്. ആ ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ കേബിൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ പാരാമീറ്റർ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി. അടുത്തത് നെക്സ്റ്റ് പാരാമീറ്റർ ടെമ്പറേച്ചറാണ്. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കുറയും. when the temperature increases current carrying capacity of cables are decreases. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മാറും. ആ റെസിസ്റ്റൻസിനനുസരിച്ച് കേബിളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും കുറയും. when the temperature increases current carrying capacity of cables are decrease. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഫാക്ടറാണ് വോൾട്ടേജ് ഡ്രോപ്പ്. Voltage drop is the decrease of electrical potential along the path of current flowing in an electric circuit. അതായത് ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഈ വോൾട്ടേജ് ഡ്രോപ്പ് അതിൻ്റെ ഡിസ്റ്റൻസിന് ലെങ്ത്തിനനുസരിച്ചിരിക്കും. നിങ്ങളൊരു പാനലിൽ നിന്ന് 10 മീറ്ററിലോട്ട് നിങ്ങളൊരു കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ പാനൽ നിങ്ങൾക്ക് ഒരു 100 വോൾട്ടേജ് തരുന്നുണ്ടെങ്കിൽ ഈ 10 മീറ്ററിൽ കൊടുക്കുന്ന പോയിന്റിൽ ചിലപ്പോൾ 100 വോൾട്ടേജ് കിട്ടില്ല, അതൊരു 97 വോൾട്ടേജ് കിട്ടുള്ളൂ. അത് 3 വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് വന്നു.
120 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 117 വോൾട്ടേ കിട്ടുള്ളൂ. 3 വോൾട്ടേജ് ഡ്രോപ്പ് വന്നു, 3 വോൾട്ടേജ് കുറവ് വന്നു. ഈ കുറവ് എന്ന വോൾട്ടേജിനെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതിനി 10 മീറ്റർ അല്ല 100 മീറ്ററിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കുറയും. അത് 120 വോൾട്ട് ആണെങ്കിൽ ഒരു പക്ഷേ 115 വോൾട്ടേജ് 100 മീറ്ററിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 5 വോൾട്ടേജ് കുറഞ്ഞു. അപ്പോൾ ഈ ലെങ്ത്ത് മാറുന്നതനുസരിച്ച് വോൾട്ടേജിൽ കുറവ് വരും. ഈ കുറവിനെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേബിളിൻ്റെ ലെങ്ത്തിന് ഡിപ്പെൻഡാണ്, ടെമ്പറേച്ചറിന് ഡിപ്പെൻഡാണ്, ഡയമീറ്ററിന് ഡിപ്പെൻഡാണ്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് വയർ, ടെമ്പറേച്ചർ ആൻഡ് ഡയമീറ്റർ ഓഫ് കേബിൾ. ഇനി നമ്മൾ കേബിൾ ഇൻസ്റ്റലേഷനിലാണ് ശ്രദ്ധിക്കുന്നത്. കേബിളുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതായത് കേബിളുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കേബിളുകൾ കണക്ട് ചെയ്യണമെങ്കിൽ കേബിൾ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്യുപ്മെൻറ്റ്സിലേക്ക് അല്ലെങ്കിൽ കമ്പൗണ്ട്സിലോട്ട് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. കേബിളിൽ ഒരു കണക്ടർ യൂസ് ചെയ്യണം. ആ യൂസ് ചെയ്യുന്ന കണക്ടർ നമ്മൾ PV സിസ്റ്റത്തിലാണെങ്കിൽ, PV സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം, അതായത് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന് പറയുന്ന വേറൊരു പേരാണ് PV സിസ്റ്റം ഓർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം. PV സിസ്റ്റത്തിലാണെങ്കിൽ MC4 കണക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. In PV system, MC4 connectors are used for cable connections. ഇനി ഇപ്പോൾ കേബിൾ ലിങ്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? അത് ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ AC DC കേബിൾ ലേഔട്ട് ആൻഡ് കണക്ഷൻസ്. അതായത് നിങ്ങൾ സിസ്റ്റത്തിലെ കേബിളുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ DC ഉണ്ടാവും, AC ഉണ്ടായിരിക്കും. അപ്പോൾ DC വോൾട്ടേജ് ഉണ്ട്, AC വോൾട്ടേജ് ഉണ്ട്. ഇപ്പോൾ DC വോൾട്ടേജ് ഉണ്ടെങ്കിൽ DC കേബിൾസ് ഉണ്ടായിരിക്കും, AC വോൾട്ടേജ് ഉണ്ടെങ്കിൽ AC കേബിൾസ് ഉണ്ടായിരിക്കും. DC കേബിൾസുകളും AC കേബിൾസുകളും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. AC ആൻഡ് DC കേബിൾസ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ സെപ്പറേറ്റ് കോൺഡ്യൂട്ട്. കേബിളുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബെൻഡിങ്, വളവുകൾ മാക്സിമം ഒഴിവാക്കണം. But to avoid sharp bending and allow permitted bending radius. For roof mounted installations, fix cables to the roof with the supports. റൂഫിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കേബിളുകൾ സപ്പോർട്ടുകൾ കൊടുത്ത് ഫിക്സ് ചെയ്ത് വെക്കുക. അടുത്ത് കേബിളുകൾ മാക്സിമം എന്ത് ചെയ്യുന്ന വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ വ്യത്യാസം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കേബിളിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ കേബിൾ ഷുഡ് ബി ലേഡ് ഇൻ ഷാഡോ ഏരിയാസ്. അതുപോലെ തന്നെ ലൈറ്റ്നിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യരുത്, കേബിളുകൾ കൂടെ എന്ത് ചെയ്യരുത്, കേബിൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. കേബിൾ ഷുഡ് സ്റ്റേ അവേ ഫ്രം ദി ലൈറ്റ്നിങ് കണ്ടക്ടർ. കേബിളുകൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കണക്ടേഴ്സ് ഉപയോഗിക്കണം, വെറുതെ കണക്ട് ചെയ്ത് വെക്കരുത്, അത് തെറ്റാണ്, അത് നല്ല രീതിയല്ല. അപ്പോൾ കേബിൾ ടെർമിനേഷൻ പ്രോപ്പറായിരിക്കണം. കേബിൾ ടെർമിനേഷൻ ഷുഡ് ബി ക്രിംഡ് ഓർ സോൾഡേഡ്. കേബിൾ ടെർമിനേഷൻ ഷുഡ് ബി ക്രിംഡ് ഓർ ഷോൾഡേഡ്. നല്ല ക്രിംപിങ് ചെയ്തിട്ട് കണക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മൾ PV സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന MC4 കണക്ടറൊക്കെയാണ്. ഈ കണക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ സോൾഡർ ചെയ്ത് വെക്കണം. കേബിൾ ടെർമിനേഷൻ ഷുഡ് ബി ക്രിംഡ് ഓർ സോൾഡേഡ്. ഇത്രയുമാണ് നമുക്ക് കേബിളിനെ കുറിച്ച് അറിയാനുള്ള ബേസിക് ആയുള്ള കാര്യങ്ങൾ. കേബിൾ സെലക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കി, കേബിളുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജനറൽ റൂൾസുകൾ നമ്മൾ നോക്കി. അടുത്തത് സോളാർ പാനൽസുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് ആദ്യം എത്തുന്നത് അറേ ജംഗ്ഷൻ ബോക്സിലാണ്. സോളാർ പാനൽസ് എന്ന് പറയുമ്പം വിവിധ പാനലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒന്നിലധികം സീരീസ് കണക്ഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ സീരീസ് ആയി കണക്ട് ചെയ്യുന്ന സോളാർ പാനൽസിനെ അറേസ് എന്നും അല്ലെങ്കിൽ സ്ട്രിങ്സ് എന്നും പറയാറുണ്ട്. ഇങ്ങനെ ഈ സ്ട്രിങ്സിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് കറണ്ടുകൾ കമ്പൈൻ ചെയ്യുന്നത് അറേ ജംഗ്ഷൻ ബോക്സിൽ വെച്ചിട്ടാണ്. Array junction box is used to combine all the incoming lines from the panel arrays or strings and delivering to one common output.
വിവിധ പാനൽ അറേസ് ഓർ സ്ട്രിങ്സിൽ നിന്ന് വരുന്ന ഇൻകമ്മിങ് കറണ്ടിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമൺ ഔട്ട്പുട്ടിലോട്ട്, ഒരു കോമൺ പോയിന്റിലോട്ട് ഡെലിവർ ചെയ്യുക. ഇതാണ് അറേ ജംഗ്ഷൻ ബോക്സിൻ്റെ ഫങ്ഷൻസ്. DBയുടെ പോലെ തന്നെ ഒരു ബോക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ക്യാൻ ബി കസ്റ്റമൈസ്ഡ് ആസ് പെർ ദ റിക്വയർമെൻറ്റ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്ട്രിങ്സ്. അടുത്ത് ഈ അറേ ജംഗ്ഷൻ ബോക്സിൽ എന്തെല്ലാം കമ്പോണൻസ് ഉണ്ടെന്നുള്ളത്. കമ്പോണൻസ് ഓഫ് അറേ ജംഗ്ഷൻ ബോക്സ്. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് അറേ ജംഗ്ഷൻ ബോക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻക്ലോഷറുണ്ട്, ഫോട്ടോ വോൾട്ടായിക് ഫ്യൂസ്, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, DC ഐസൊലേറ്റർ, കേബിൾ കണക്ടേഴ്സ്. ഇതൊക്കെയാണ് അറേ ജംഗ്ഷൻ ബോക്സിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസുകൾ. ഇനി ഓരോ കമ്പോണൻസും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലാദ്യം എൻക്ലോഷർ. ഇറ്റ് ഈസ് ഔട്ടർ കവർ ഓഫ് അറേ ജംഗ്ഷൻ ബോക്സ്. അതായത് അതിൻ്റെ ഉള്ളിൽ വേറെ കമ്പോണൻസ് ഉണ്ട്. ഫ്യൂസ്, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, കണക്ടേഴ്സ്, ഐസൊലേറ്റേഴ്സ്, ഇതെല്ലാം ഇട്ട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ബോക്സാണ് എൻക്ലോഷർ. എൻക്ലോഷർ എപ്പോഴും ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. ഫയർ റെസിസ്റ്റൻ്റ് തന്നെ തീ പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരാൻ പറ്റില്ല. അതിൻ്റെ UV റെസിസ്റ്റൻ്റ് ആയിരിക്കണം. കാരണം ഇത് മിക്കവാറും പുറത്തേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ എൻക്ലോഷർ ഷുഡ് ബി ഫയർ റെസിസ്റ്റൻ്റ് ആൻഡ് UV റെസിസ്റ്റൻ്റ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ വേരിയസ് സൈസ് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് സ്ട്രിങ്സ്. അതുപോലെ തന്നെ വെതർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം എൻക്ലോഷർ. IP റേറ്റിംഗ് എപ്പോഴും 65 കൂടുതലായിരിക്കും. സാധാരണ എൻക്ലോഷർ ഉണ്ടാക്കിയിരിക്കുന്ന തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയലോ പോളികാർബണേറ്റ് മെറ്റീരിയലോ ആയിരിക്കും. ഇറ്റ് മെയ്ഡ് ഓഫ് തെർമോപ്ലാസ്റ്റിക് ഓർ പോളികാർബണേറ്റ്. ഇത്രയുമാണ് എൻക്ലോഷറിൻ്റെ പ്രത്യേകതകൾ. എൻക്ലോഷർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എൻക്ലോഷറിന് ഉണ്ടാകുന്ന പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അടുത്ത ഫ്യൂസാണ്. ഫ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓവർ കറണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. PV ഫ്യൂസ്, നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിനാണ് PV ഫ്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻസ്. അടുത്ത് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. അറേ ജംഗ്ഷൻ ബോക്സിൻ്റെ മറ്റൊരു കമ്പോണൻ്റാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. ഇത് ഫ്യൂസ് പോലെ തന്നെയാണ്, ഒരു പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് എ ഇലക്ട്രോണിക് കമ്പോണൻസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ഫ്രം വോൾട്ടേജ് ഓർ പവർ സർജസ്. അതായത് നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വോൾട്ടേജോ പവർ അതിലുണ്ടായി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ്. എങ്ങനെയാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? കൂടുതലുണ്ടാകുന്ന വോൾട്ടേജ്, എക്സസ് വോൾട്ടേജിനെ എർത്തിലോട്ട് എന്ത് ചെയ്യുന്നു? ഡൈവേർട്ട് ചെയ്യുന്നു. ഇറ്റ് ഡൈവേർട്സ് എക്സസ് വോൾട്ടേജസ് ഇൻ ടു ദി ഗ്രൗണ്ട് ത്രൂ ദി എർത്തിങ് സിസ്റ്റം. അടുത്ത് ഐസൊലേറ്റർ ആണ്, DC ഐസൊലേറ്റേഴ്സ്. ഐസൊലേറ്റർ ഒരു സ്വിച്ചാണ്. സ്വിച്ച് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് എ സ്വിച്ച് യൂസ്ഡ് ടു ഡിസ്കണക്ട് പവർ സപ്ലൈ ബിറ്റ്വീൻ PV മൊഡ്യൂൾസ് ആൻഡ് ബാറ്ററി. പാനലുകൾ ബാറ്ററിയിൽ നിന്ന് മാറ്റേണ്ടി വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ സർക്യൂട്ട് എന്ത് ചെയ്യണം? ഡിസ്കണക്ട് ചെയ്യണം. ആ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് DC ഐസൊലേറ്ററാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് കേബിൾ കണക്ടേഴ്സാണ്. ഇത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. കേബിളുകൾ എപ്പോഴും കണക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ടെർമിനേഷൻ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് കേബിൾ വിത്ത് അതർ കമ്പോണൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് കേബിൾ വിത്ത് അതർ കമ്പോണൻസ്. MC4 കണക്ടേഴ്സാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. PV സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണക്ടർ MC4 കണക്ടേഴ്സാണ്. സോളാർ സിസ്റ്റം വയറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോളാർ സിസ്റ്റം വയറിങ് എന്താണ്, അതിലെ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിരിക്കുന്നത്. സോളാർ സിസ്റ്റം വയറിങ്ങിൽ സോളാർ പാനലിൽ നിന്ന് അറേ ജംഗ്ഷൻ ബോക്സിൽ വരെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറേ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ചാർജ് കൺട്രോളറിലേക്കും ചാർജ് കൺട്രോളറിൽ നിന്ന് ബാറ്ററിയിലോട്ടും വരുന്ന ക്ലാസ്സുകൾ നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.